وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലോകത്തിനു മുഴുവനും അനുഗ്രഹമായി അവൻ നിയോഗിച്ചയച്ച സർവ നന്മയുടെയും നിമിത്തമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന നമ്മുടെ മഹത്തായ ഈ മദ്ഹർ സ്ഥാപനം, അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഒരു നല്ല മുതബറക്കായ വേദിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ബറക്കത്തുകളും നമ്മുടെ ഈ മദ്ഹർ സ്ഥാപനത്തിനും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ സംഘടനകൾക്കും നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും നൽകുമാറാകട്ടെ എന്നാമുഖമായി ദുആ ചെയ്യുന്നു. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുന്ന് രചിച്ച മങ്കൂസ് മൗലിദിൽ ചൊല്ലിയ പദ്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അഹ്യാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഗവൺമെന്റ് കോളേജിൽ ചെന്ന് തുഹാഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടുത്തെ ലൈബ്രറിയൻ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ തുഹഫത്തുൽ മുജാഹിദീൻ എന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശബ്ദിക്കാനും ഇന്ത്യയിൽ നിന്ന് വിദേശാധിപത്യത്തെ നീക്കം ചെയ്യാൻ ആവശ്യമായ പ്രചോദനം നൽകാനും വേണ്ടി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയ ഗ്രന്ഥത്തിന്റെ ഇംഗ്ലീഷ് വിവർത്തനം നമുക്ക് ലഭ്യമാകും. അങ്ങനെ വെറും ഒരു ആത്മീയ നേതാവ് മാത്രം അല്ല,
ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പും സമൂഹത്തിന്റെ നിലനിൽപ്പും രാഷ്ട്രത്തിന്റെ പുരോഗതിയും സർവ്വജനങ്ങൾക്കുമുള്ള നന്മയും എല്ലാം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച ലോകപ്രശസ്തനായ പണ്ഡിതൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം വളരെ അർത്ഥവത്താണ്. അഹ്യാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആയിരക്കണക്കായ പേരുകൾ ഉണ്ട്. 700ഓളം പേരുകൾ ഇപ്പോൾ ഞാൻ വന്ന എന്റെ വണ്ടിയിൽ തന്നെ ഞാൻ എഴുതിയത് സൂക്ഷിച്ചിട്ടുണ്ട്. മദീന പള്ളിയുടെ ചുമരിന്റെ മേലെ 250ഓളം പേരുകൾ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് പേരുകളുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിലും ഇഞ്ചീലിലും പറഞ്ഞ പേരാണ് അഹ്മദ്. ആ അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹ്മൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ തുടങ്ങിയുള്ള പേരുകളെല്ലാം പുകഴ്ത്തലിനെ അറിയിക്കുന്ന പേരുകളാണെന്ന് നമുക്കറിയാം. മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ധാരാളം പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്നാണ്, ധാരാളം പുകഴ്ത്തപ്പെടേണ്ട വ്യക്തി എന്നാണ്. അഹ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഏറ്റവും കൂടുതലായി പുകഴ്ത്തുന്ന വ്യക്തി എന്നാണ്, ഏറ്റവും കൂടുതലായി പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്നാണ്. മഹ്മൂദ് എന്ന വാക്കിന്റെ അർത്ഥവും പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്നാണ്. നമുക്കറിയാം, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ പുകഴ്ത്തപ്പെടുന്ന വ്യക്തി വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ പേര് പറയുന്നതിനെ, അങ്ങയുടെ പ്രശസ്തിയെ നമ്മൾ ഉയർത്തിവെച്ചിരിക്കുന്നു നബിയേ എന്ന് ഖുർആൻ സാക്ഷീകരിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തപ്പെടുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മമാസം വന്നപ്പോൾ കുല്ലൽ അനാം, സർവ മനുഷ്യരുടെ മനസ്സിന്റെയും വസന്തം സജീവമാക്കിപ്പോയി. സർവ മനുഷ്യർക്കും സന്തോഷമാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിലും വരവിലും സന്തോഷമാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞു തീർക്കാൻ ലോകത്ത് ഒരു മനുഷ്യനും കഴിയില്ല. പിന്നെ ഈ പാവപ്പെട്ട എനിക്ക് കഴിയില്ല എന്ന് ഞാൻ പറയേണ്ടതില്ല. ഒരൽപ്പം ബർക്കത്തിനു വേണ്ടി മാത്രം അവിടുത്തെ ശരീരത്തിന്റെ ഒരംശം ഉള്ളവരാണല്ലോ സയ്യിദന്മാര്, സാദാത്തുക്കൾ, തങ്ങന്മാര്. അതുകൊണ്ട് തന്നെ മുഅ്മിനായ ഏത് മനുഷ്യനും സയ്യിദന്മാരെ ബഹുമാനിക്കും. ഈമാനുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ ബഹുമാനിക്കും, സ്നേഹിക്കും. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു എത്രയോ കിതാബുകൾ രചിച്ച വലിയ പണ്ഡിതനാണ്, സൂഫിയാണ്, തരീഖത്തിന്റെ വലിയ ഉന്നത സ്ഥാനത്തെത്തിയ മഹാനാണ്. മഹാനവറുകളുടെ എത്രയോ ഗ്രന്ഥങ്ങൾ തരീഖത്തും ശൈഖും മുരീദുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളാണ്. ആ മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ
ലതായിഫുൽ മിനൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അവിടുത്തെ സ്നേഹവും ആദരവും എടുത്തു പറയുന്ന വിധം അല്ലാഹു ചെയ്ത നിഅമത്തുകൾ ഓരോന്നോരോന്നിങ്ങനെ പറയുമ്പോ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് മിമ്മാമൻ അല്ലാഹു അലയ്യ ബിഹി, അല്ലാഹു എനിക്ക് ചെയ്ത വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ഒരാൾ എന്റെ അടുക്കൽ വന്ന് ഞാൻ സയ്യിദാണ്, ഷരീഫാണ്, ഞാൻ തങ്ങളാണ്, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ തങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കും. അദ്ദേഹത്തിന്റെ ബാപ്പയുടെ പേരും ഉപ്പാപ്പയുടെ പേരും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഉപ്പാപ്പമാരെ പേര് അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, അദ്ദേഹത്തിന് അറിയാമെങ്കിലും അറിയില്ലെങ്കിലും, എനിക്ക് തെളിഞ്ഞാലും തെളിഞ്ഞില്ലെങ്കിലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അവിടുത്തെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് എന്ന് എന്നോടൊരാൾ പറഞ്ഞാൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ഉപ്പാപ്പമാരുടെ പേര് മുഴുവനും കിട്ടിയിട്ടേ ബഹുമാനിക്കുകയുള്ളൂ എന്ന വാശി എനിക്ക് ഇല്ല. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണെന്ന് കേട്ടാൽ തന്നെ ബഹുമാനിക്കും. അത് അല്ലാഹു എനിക്ക് ചെയ്ത നിഅമത്താണ് എന്ന് അബ്ദുൽ വഹാബ് ഷാർഹാനി റളിയല്ലാഹു അൻഹു ലതായിഫുൽ മിനനിൽ പറയുന്നു. അതിനർത്ഥം സയ്യിദന്മാരെ നമ്മൾ ബഹുമാനിക്കുമ്പോ അവരോടുള്ള ആദരവ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവായതിനാൽ അത് നമുക്കൊരിക്കലും നഷ്ടം വന്നു പോകുന്ന വിഷയം അല്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലിംറിഇൻ മാ നവാ. ഏത് മനുഷ്യനും അവനവൻ നിയ്യത്ത് ചെയ്തതനുസരിച്ചാണ് ഏത് അമലും സ്വീകരിക്കപ്പെടുന്നതും സാധൂകരിക്കപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ സയ്യിദന്മാരെ ബഹുമാനിച്ചിട്ടൊരു നഷ്ടവും ഒരിക്കലും സംഭവിച്ചു പോകില്ല. അപ്പൊ നമ്മളെല്ലാം ഇവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചും അവിടുത്തെ കുടുംബങ്ങളായ സയ്യിദന്മാരെ ആദരിച്ചും ഒരുമിച്ച് കൂടിയവരാ. സുഹൃത്തുക്കളെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജനിച്ചപ്പോൾ കുല്ലൽ അനാം, സർവ മനുഷ്യൻ അവരുടെ എല്ലാം ഹൃദയം സജീവമാക്കി എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എല്ലാ മനുഷ്യരുടെ മനസ്സ്, വളരെ അർത്ഥവത്താണ് ആ വാക്ക്. എല്ലാ മുസ്ലിമീങ്ങളുടെ മനസ്സും എന്നല്ല പറഞ്ഞത്, എല്ലാ മനുഷ്യരുടെയും മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിൽ സന്തോഷം കൊണ്ട് സജീവമാക്കി. വളരെ ശരിയല്ലേ? നേരത്തെ ഞാൻ ഇവിടെ കയറി വരുമ്പോ ബഹുമാനപ്പെട്ട അബ്ബാസ് മുസ്ലിയാർ അറേബ്യൻ നാടുകളിൽ അറബികൾ ഇരുന്ന് സന്തോഷത്തോടെ നീണ്ട മൗലിദ് ഓതുന്നതിനെ സംബന്ധിച്ച് പറയുന്നതായി കേട്ടു. അൽഹംദുലില്ലാഹ്, അത് എത്രയോ നമ്മളെല്ലാവരും വിദേശത്ത് പോയാൽ അനുഭവിക്കുന്നതാണ്. എത്രയോ സ്ഥലങ്ങളിൽ നമ്മളത് കണ്ടുവരുന്നതാണ്. പഴയ കാലം പോലെയല്ല ഇപ്പൊ. അൽഹംദുലില്ലാഹ്, അറബികൾ നമ്മളെ നാട്ടിൽ വന്നിട്ടും നീണ്ട മൗലിദ് നമ്മളെ കൂടെ തന്നെ ഓതുന്നത് കൊണ്ട് ഇപ്പൊ ആർക്കും അതിൽ സംശയമില്ല. എന്റെ കുട്ടിക്കാലത്തൊക്കെ മൗലിദൊക്കെ നമ്മളെ നാട്ടിലേ ഉള്ളൂ എന്ന് ചില വിവരമില്ലാത്തവർ പറഞ്ഞ് ഒപ്പിച്ച് കളയാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോ എവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ജപ്പാനിൽ കേൾക്കുന്നവരുണ്ടാവും. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഒന്നും മൂടിവെക്കാൻ കഴിയില്ല, മൂടിവെക്കാൻ കഴിയാത്തൊരു കാലമാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യം, ഈ ഇന്ത്യ രാജ്യത്ത് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം പ്രത്യേകമായി ഒഴിവു ദിനമായി പ്രഖ്യാപിച്ച് ഈ രാഷ്ട്രം ഒന്നടങ്കം ഒരു ദിവസം ആചരിക്കുകയാണ്. ഈ അടുത്താണ് നാം ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ദിനം എന്ന നിലക്ക് ഒരു ദിവസം ഒഴിവു ദിനമായി പ്രഖ്യാപിച്ച് നമ്മുടെ രാജ്യത്തോടുള്ള രാജ്യസ്നേഹം നമ്മളെല്ലാവരും ജാതി മത വ്യത്യാസമന്യേ പ്രകടിപ്പിച്ചു. നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കുന്നു, നമ്മുടെ രാജ്യത്തിനു വേണ്ടി നാം എന്തും ത്യജിക്കുന്നു, നമ്മുടെ രാജ്യത്തിനു വേണ്ടി നാം എന്തും സഹിക്കുന്നു,
നമ്മുടെ രാജ്യത്തിനു വേണ്ടി നാം എന്തും ബഹുമാനിക്കുന്നു. എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ കൊടി, ഇന്ത്യ രാജ്യത്തിന്റെ പതാക സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ കൃത്യമായ സമയത്ത് ഉയർത്തുന്നു, കൃത്യമായ സമയത്ത് അത് താഴ്ത്തി എടുത്തുവെക്കുന്നു. അതിന്റെ സമയം ഒരൽപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയാൽ രാജ്യത്തെ നിന്ദിക്കലായിപ്പോയി, രാജ്യത്തെ അപമാനിക്കലായിപ്പോയി. രാജ്യത്തിന്റെ കൊടിയെ നിന്ദിച്ചാൽ രാജ്യത്തെ അപമാനിക്കലായിപ്പോയി. അത് വലിയ തെറ്റാണ്, വലിയ കുറ്റമാണ്. വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിക്കണം, ഈ കൊടി എന്ന് പറയുന്നത് ഒരു കഷ്ണം തുണിയാണ്. പക്ഷേ ആ തുണി ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ പതാക എന്ന പേര് അതിന് വെച്ച് അതിന്റെ ചിഹ്നം അതിൽ കുത്തിയപ്പോൾ അല്ലെങ്കിൽ വരച്ചപ്പോൾ അതൊരു സാധാരണ തുണിയല്ല. അത് ഒരു പക്ഷേ മറന്നുപോയിട്ടാണെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഒരാൾ രാവിലെ കൊടി ഉയർത്തി സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് എന്ന് മറന്നിട്ട് അയാൾ സമയം കഴിഞ്ഞിട്ട് അത് താഴ്ത്തി വെച്ചില്ലെങ്കിൽ തന്നെ പോലീസ് കേസെടുക്കും. പിന്നെ അതിന് സഹുവിന്റെ സുജൂദ് ചെയ്താലൊന്നും മതിയാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം, വാസ്തവത്തിൽ ഇതൊരു തുണിക്കഷ്ണം അല്ലേ? പക്ഷേ അത് രാജ്യത്തിന്റെ പതാക എന്ന നിലയ്ക്ക് രാജ്യത്തേക്ക് ചേർത്ത് പറഞ്ഞപ്പോൾ അതിന് വലിയ ആദരവ് നൽകുന്നു. ഇത് അശാസ്ത്രീയമാണെന്നോ ബുദ്ധിപരമല്ലെന്നോ അല്ലെങ്കിൽ ഇത് അന്ധവിശ്വാസമാണെന്നോ ഇവിടെ യാതൊരു മതക്കാരനും മതം ഇല്ലാത്തവരും പറയുന്നില്ല. പടച്ചവൻ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദി അടക്കം യുക്തിവാദി അടക്കം ആ കഷ്ണം തുണിയെ പതാക എന്ന നിലക്ക് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങൾക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പൊ മദ്ഹറിന്റെ കീഴിൽ സ്കൂളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെയുള്ള കുട്ടികളെല്ലാം വളരെ ആദരവോടെ എഴുന്നേറ്റ് രാവിലെ ഒരു പദ്യം ചൊല്ലുന്നു. ജനഗണമന അധിനായക ജയ ഹേ ജയ. ഇത് പറയുമ്പോ എല്ലാ കുട്ടികളും സൈലന്റായി എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാ അധ്യാപകന്മാരും സ്റ്റാഫും എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും ഇതിങ്ങനെ വളരെ അച്ചടക്കത്തോടെ കേൾക്കുന്നു. നിങ്ങളെ ചൊല്ലുന്ന ആളോടോ അല്ലെങ്കിൽ ചൊല്ലപ്പെടുന്ന ആളോടോ നിങ്ങൾ ചോദിച്ചോക്കെ എന്റെ മാന എന്താണ്? അതിന്റെ മാന അറിഞ്ഞൂടാ. സൂഫിയാക്കളെ ദിക്റ് പോലെ ഇങ്ങനെ ചൊല്ലിയാണ്. അതിന്റെ മാന മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുന്ന തീർത്ത് മാനയും പറയാൻ കഴിയുന്ന ഒരു ആരെങ്കിലും ഉണ്ടോ? അതായത് ആ ഭാഷ തന്നെ ചിലപ്പോൾ നമുക്കറിയില്ല. പക്ഷേ അത് ദേശീയ ഗാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തപ്പോൾ യാതൊരു അർത്ഥവും അറിയില്ലെങ്കിലും വളരെ അതപോടെ ഗുരുത്വത്തോടെ അതിങ്ങനെ ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്നു. അതിനെ അപമാനിക്കാനോ നിന്ദിക്കാനോ പാടില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ഒരു രാഷ്ട്രത്തിന്റെ ചിഹ്നവും ഒരു രാഷ്ട്രത്തിന്റെ ഗാനവുമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. وأكدت زهده فيها ضرورته إن الضرورة لا تعدو على الإنصاب فكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من الآدم. ذكر صلاة مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ലോകത്ത് ഒരു ഇന്ത്യയോ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ബംഗ്ലാദേശോ ഒരു അമേരിക്കയോ ബ്രിട്ടനോ ജപ്പാനോ ജർമ്മനിയോ ഒരു അറേബ്യൻ ഗൾഫുകളോ അല്ലാത്ത അറേബ്യൻ നാടുകളോ പാശ്ചാത്യൻ നാടുകളോ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളോ
യാതൊരു ലോകവും ഇവിടെ ഇല്ലായിരുന്നു, ഉണ്ടാവുകയില്ലായിരുന്നു. എന്തിനധികം പറയണം, മലക്ക് ജബറായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്കുള്ള ഒരു മലക്കും ഒരു മനുഷ്യനും ഒരു ജിന്നും ഒരു ജീവിയും ഒരു അചേതന വസ്തുക്കളും ഒരു സസ്യവും ഒരു മത്സ്യവും ഒന്നും ഇവിടെ ഉണ്ടാവുകയില്ലായിരുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാകില്ലായിരുന്നു. മുഴുവൻ വസ്തുക്കൾക്കും അനുഗ്രഹമായി, കാരുണ്യമായി, എല്ലാ വിഷയത്തിനും നിമിത്തമായി അല്ലാഹു നിയോഗിച്ചയച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സർവ്വ നന്മയുടെയും നിമിത്തം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് ലനാ ബിഹാ ഹദ്ദൻ ഫീ ദീൻ ഔ ദുനിയാ ഔ തുഫഅ ബിഹാ അന്നാ മക്റൂഹൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. സർവ്വ നന്മയുടെയും നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എത്ര ബഹുമാനിക്കണം, എത്ര സ്നേഹിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങൾ മാത്രമല്ല, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ കുല്ലൽ അനാം, സർവ മനുഷ്യരും, ഇന്ത്യ രാജ്യത്തെ എല്ലാ കേരള കോൺഗ്രസുകാരനും, ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞത് കുറെ കൂടുതലുള്ള ഒരു പാർട്ടിയാണ്, കുല്ലുഹും അജ്മഊൻ, എല്ലാ കേരള കോൺഗ്രസുകാരനും, എല്ലാ ബിജെപിക്കാരനും, എല്ലാ കോൺഗ്രസുകാരനും, എല്ലാ ലീഗുകാരനും, എല്ലാ DMK-കാരനും, അണ്ണാ DMK-കാരനും, ഇനി ഏതെല്ലാം പാർട്ടിയാ ഉള്ളത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അതിന്റെ ആളല്ല, എല്ലാ പാർട്ടിക്കാരും, ഒരു പാർട്ടിയും ഇല്ലാത്തവരും, ഇന്ത്യ രാജ്യത്ത് ജനിച്ച മുഴുവൻ ആളുകളും, ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം രാജ്യത്തെ ബഹുമാനിച്ച് റിപ്പബ്ലിക് ദിനം കൊണ്ടാടുന്നത് പോലെ, രാജ്യത്തെ ബഹുമാനിച്ച് സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്നത് പോലെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ സർവ മതക്കാരും ഈ സന്തോഷത്തിൽ നമ്മോട് പങ്കുചേരുന്നു. അത് നമ്മുടെ സൗഹാർദ്ദത്തിന്റെ ഉദാഹരണമാണ്, നമ്മുടെ രാജ്യത്തിന്റെ മഹത്വമാണ്, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകമാണ്, നമ്മുടെ രാജ്യത്തിന്റെ പവിത്രതയാണ്. വിദേശ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഉറ്റുനോക്കുന്ന ഒരു മനുഷ്യൻ കാണുന്നത് ഇവിടെ എല്ലാ മതക്കാരും വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ആദരവിലും ജീവിക്കുന്നതാണ്. അത് ഈ ലോകത്ത് നിലനിർത്തിക്കൊണ്ടുപോകൽ ആവശ്യമാണ്, നമ്മുടെ രാജ്യത്ത് നിലനിർത്തൽ ആവശ്യമാണ്. എല്ലാ മതക്കാരും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കണം. ഞാൻ പറയട്ടെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല. ആവർത്തിച്ച് ഖുർആൻ പറഞ്ഞ ഒരാശയമാണത്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ് എന്നല്ല പറഞ്ഞത്, റസൂലുള്ളാഹി അല്ലാഹു പറഞ്ഞേച്ച ആളാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹു പറഞ്ഞേച്ച ആളാണ്. ഇപ്പൊ നീട്ടി സംസാരിക്കാൻ സമയം ഇല്ല. എല്ലാ വിഷയത്തിലും പ്രസംഗിച്ച ആയിരക്കണക്കിന് CD-കൾ ഉണ്ട്, DVD-കൾ ഉണ്ട്, വാങ്ങിക്കേൾക്കാം. ഈ അടുത്ത് നാലാപുരത്ത് വെച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്, അതിലൊരു എല്ലാവരും കേൾക്കേണ്ട ഒരു മുദ്രാവാക്യം ഉണ്ട്. വിളിച്ചത് ഞാനല്ല, വേറൊരു കൂട്ടർ വിളിച്ചത് ഞാൻ എടുത്തു കേൾപ്പിച്ചതാണ്. അത് ക്ലിപ്പ് വെച്ചുള്ള പ്രസംഗമാണ്. അതിന്റെ ശേഷം
സമവായം, സംഘർഷം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മുടെ സംഘടനയുടെ പേരിൽ പരസ്പരം ചീത്ത പറയാനും തെറി പറയാനും അതുപോലെ കൊല നടത്താനും പാടില്ല എന്ന് ചന്ദ്രികാപത്രത്തിൽ പ്രസ്താവന കൊടുത്തു. ആ പ്രസ്താവന വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ തങ്ങളവറുകൾ നടത്തിയതിനെ അനുകൂലിച്ചും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചും കൊണ്ട് സംഘർഷം ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാക്കുന്ന സംഘർഷങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു സീഡിയാണ്. അതിൽ ധാരാളം രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കളായ പലരെയും കടുത്ത ഭാഷയിൽ ചീത്ത പറയുന്ന ചില ആളുകളുടെ പ്രസംഗങ്ങൾ കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. ആ സീഡിയും പലരും അന്വേഷിക്കാറുണ്ട്. അതും ഈ സദസ്സിൽ കിട്ടും. എല്ലാവരും സ്വന്തം കേൾക്കുന്നതിനേക്കാൾ നമ്മുടെ നേതാക്കളെയും പ്രസ്ഥാനത്തെയും തെറ്റിദ്ധരിച്ചു പോയവർക്ക് കേൾപ്പിക്കേണ്ട സീഡിയാണ്, ഡിവിഡിയാണ്. ഇരിക്കട്ടെ സഹോദരന്മാര്, അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സർവ്വ മനുഷ്യരും അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ആരും ഒഴിവില്ല. കാരണം അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണ്, ഒരു സാധാരണക്കാരനല്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയില്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമുമായി ബന്ധപ്പെടാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, 40 കൊല്ലത്തോളം എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല, ഒരു സ്കൂളിലും പോയിട്ടില്ല. അതേ, ഒരു ഗുരുനാഥന്റെ മുന്നിലും ഇരുന്നിട്ടില്ല. പക്ഷേ 40ാമത്തെ വയസ്സ് മുതൽക്ക് ഒരു പലക നോക്കി വായിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓർഡർ ചെയ്യുന്നു. ഇഖ്റ, വായിക്കാൻ പ്രചോദനം നൽകുന്നു. അവിടുന്ന് അങ്ങോട്ട് വായിക്കുന്നു, ഓതുന്നു, എഴുതുന്നു, എല്ലാ അറിവും ലഭിക്കുന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. മുതഅല്ലിമീങ്ങൾക്കറിയാമല്ലോ, മാ ലം തകുൻ തഅലം, ഓ നബിയെ, തങ്ങൾക്ക് അറിയാതിരുന്ന കാര്യം എന്തെല്ലാം ആവശ്യമുള്ളതുണ്ടോ അത് മുഴുവനും അല്ലാഹു അങ്ങേക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഒരു വിഷയവും അവിടുന്ന് ആവശ്യമുള്ളതറിയാത്തതില്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ നേതാവല്ല, സാധാരണ റസൂലല്ല. പ്രബോധനത്തിലും തേജസ്സിലും അൽമനാറിലും ശബാബിലും അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് എതിരായി പറയുന്ന ഏതെല്ലാം മൗലവിമാരുണ്ടോ അവരെല്ലാം പല പത്രങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് എഴുതുകയും പറയുകയും ചെയ്തു. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആനുമായോ ഹദീസുമായോ ആ വാദങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഖുർആൻ സാക്ഷിയാണ്, ഖുർആൻ കൊണ്ട് സത്യമാണ്. ഇന്നക ലമിനൽ മുർസലീൻ, നബിയെ തങ്ങൾ സാധാരണക്കാരനല്ല, മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയെ നിശ്ചയം തങ്ങൾ. അതിനെന്താണ് തെളിവ്?
അതിനേറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ അതൊരു സാധാരണ ഗ്രന്ഥമല്ല, സാധാരണ കിതാബല്ല. അറിയാമല്ലോ ദമത്തിലദൈന ഫഫാഖത് കുല്ല മുഅ്ജിസതി മിനൻ നബിയിന ഇദ് ജാഅത് വലം തദുമി. ഓ മുസ്ലിം സഹോദരീ സഹോദരന്മാരെ, അതിന്റെ ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലമാണ്. അതിന്റെ ഓരോ അക്ഷരങ്ങളും വലിയ ബറക്കത്തുള്ളതാണ്. അതോതിയാൽ സിഹ്ർ നീങ്ങുകയാണ്, അതോതിയാൽ രോഗം മാറുകയാണ്, അതോതിയാൽ മനസ്സമാധാനം കിട്ടുകയാണ്, അതോതിയാൽ പടച്ച റബ്ബിന്റെ കാരുണ്യം ഇറങ്ങുകയാണ്, അതോതിയിട്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുകയാണ്. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി തത്ലൂഹാ ഖീഫതൻ മിൻ ഹദീനാരിലാ അത്ഫൽത ഹർറലാ നിമിർദി ഹസ്ബിമി. എല്ലാവരും എഴുന്നേറ്റ് ചൊല്ലിക്കൊരു സ്വലാത്ത് മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഒരു 2 മിനിറ്റ് അവിടെ ഇരുന്നോളൂ ചെറുപ്പക്കാര്, പ്രായമുള്ളവർ ഇരുന്നോളൂ. ഓ സഹോദരന്മാരെ, അതാ നിങ്ങൾക്ക് വലിയ തീയിൽ നിന്ന് രക്ഷപ്പെടണോ? ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിന്റെ തീയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണോ? ആ തീ കെടുത്താനുള്ള മാർഗമാണ് പരിശുദ്ധ ഖുർആനോതുക. ആ പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ തൊട്ടടുത്തിരുന്ന് ഊതിക്കഴിയുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന അതാ ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള വിഷം പൂർണ്ണമായി ഇറങ്ങിപ്പോയി. അടിച്ചിട്ടില്ല, സൂചി വെച്ചിട്ടില്ല, മരുന്ന് കയറ്റിയിട്ടില്ല, മരുന്നിറക്കിയിട്ടില്ല. സമീപത്ത് വെച്ചൊരു ഫാത്തിഹ ഓതിയതേ ഉള്ളൂ. അതാ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിലുള്ള വിഷം ഇറങ്ങിപ്പോയി. സഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലേ. ആ ഫാത്തിഹ ഓതി മന്ത്രിച്ച സഹാബത്തിന് 30ലധികം ആടുകളെ കൂലി കിട്ടിയപ്പോൾ ആ ആട്ടിന്റെ മാംസം ഹബീബായ നബിതങ്ങളും ചോദിച്ചു വാങ്ങിയില്ലേ? കാരണം ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ ഹദിയയോ കൂലിയോ ആണെങ്കിൽ അത് വലിയ ബറക്കത്തുള്ളത് തന്നെ. എല്ലാവരും ഇങ്ങോട്ട് നോക്കും. എന്തേ എല്ലാവരും അങ്ങോട്ട് നോക്കുന്നു? മിമ്പർ വന്ന് പൊത്തുപോതുമ്പോ ഹബീബിന്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. എല്ലാവർക്കും അറിയുന്ന മസലയാണ്. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് മാഷന്മാർക്ക് ശമ്പളം 450, 500, 600 ശമ്പളം. നമ്മുടെ മദ്രസയിൽ ഉസ്താദന്മാർക്ക് ശമ്പളം 40, 50, 60. ഏറ്റവും വലിയ ശമ്പളം വാങ്ങിയത് മുദരിസും കൂടിയായ 100 രൂപ വാങ്ങുന്ന എന്റെ ഉസ്താദുണ്ടായിരുന്നു. വലിയ ശമ്പളം. പക്ഷേ ഖുർആൻ പഠിപ്പിച്ചിട്ട് കിട്ടുന്ന ചെറിയ ഒരു തുകയാണെങ്കിലും ഇതിന്റെ ബർക്കത്താ ഞാൻ പറയുന്നത്. എപ്പോ നോക്കിയാലുണ്ടാവും മാസാവസാനം മാഷന്മാര് ഉസ്താദിനോട് പൈസ വായ്പ 450, 500 കിട്ടുന്ന മാഷന്മാര് മദ്രസയിലെ ഉസ്താദിനോട് പൈസ കടമാകുന്നുണ്ടാവും. അതാ ബർക്കത്ത് എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, എല്ലാവരും ഇരുന്നോളി. ആ പരിശുദ്ധ ഖുർആനിനൊരു വെല്ലുവിളിയുണ്ട്. ഈ ഖുർആനിലുള്ള ചെറിയ സൂറത്ത് വലുത് വേണ്ട.
ആ ഇന്നാ കൗസറിന്റെ വലിപ്പത്തിലെങ്കിലും ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയോ? ഇത്രയും കാലമായിട്ടിന്നുവരെ ആ വെല്ലുവിളി ആർക്കും നേരിടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞത് മുഅ്ജിസത്തുകൾ പലതുണ്ട്, മുഅ്ജിസത്തുകൾ പലതുണ്ട്. പക്ഷേ ആ മുഅ്ജിസത്തൊന്നും വെല്ലുവിളിക്കാൻ പര്യാപ്തമായ നിലക്ക് നിലനിൽക്കുന്നില്ല. മുഅ്ജിസത്തുകൾ നിലനിൽക്കുന്നുണ്ട്, പക്ഷേ വെല്ലുവിളിക്കാൻ പര്യാപ്തമായ നിലക്ക് നിലനിൽക്കുന്നില്ല. ഞാൻ എന്റെ പല പ്രസംഗത്തിലും പറഞ്ഞതാണ്. ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് ഓർമ്മയില്ല. മഹാനായ നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പയാണ്. മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറത്തി ഇലൽ അർഹാമിൽ സക്കിയ്യത്തി ത്വാഹിറ. മഹാന്മാരും മഹദികളുമായ മാതാപിതാക്കളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നത്. അതിൽ വളരെ വലിയ മഹദിയാണ് ഹാജർ ബീബി റളിയല്ലാഹു അൻഹാ. വലിയ മഹാനാണ് നബിയുല്ലാഹി ഇസ്മാഈൽ. ആ ഹാജർ ബീബി റളിയല്ലാഹു അൻഹാ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയിട്ട് സഫാ മർവയുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഓടുകയും ചെയ്യുന്നു. ആ മഹദി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിനാൽ ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്, അത് പടച്ചവന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട സ്ഥലമാണ്. ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഉയരം കൂടുതലുള്ളത് കൊണ്ടല്ല, മറിച്ച് അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള സഹ്യൻ പർവ്വതമാകട്ടെ, ഹിമാലയൻ പർവ്വതമാകട്ടെ, അതിനൊക്കെ എത്ര ഉയരമുണ്ട്. അവിടെയൊന്നും ആദരിക്കാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മാമ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന രണ്ട് പർവ്വതം, അത് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയ ആ ഉമ്മ ഒരു ശബ്ദം കേട്ടപ്പോൾ എന്നെ സഹായിക്കണം എന്നൊരു ഇസ്തിഗാസ ചെയ്തു. സഹായിക്കാൻ വേണ്ടി അത് അപേക്ഷിച്ചു. ചെന്നു നോക്കുമ്പോൾ ശബ്ദം കേട്ടതാണല്ലോ. അപ്പൊ സഹായം ചോദിച്ച അള്ളാഹുവിനോടല്ലെന്നുറപ്പാണ്. കാരണം അള്ളാഹുവിന് ശബ്ദമില്ല, അള്ളാഹുവിന് ശബ്ദമില്ല, അത് കേൾക്കാൻ വകുപ്പില്ല എന്ന് വരുമ്പോൾ ശബ്ദം കേട്ടിട്ട് സഹായം ചോദിച്ചാൽ അള്ളാഹുവിനോടല്ലെന്നുറപ്പല്ലേ? സഹീഹായ ഹദീസല്ലേ? അള്ളാഹു സഹായത്തിന്റെ നിമിത്തമായി നിശ്ചയിച്ച ആളുകളോട് സഹായം ചോദിക്കുന്നതിനൊരു വിരോധവും ഇല്ല. അതുകൊണ്ട് തന്നെ ഹാജർ ബീബി റളിയല്ലാഹു അൻഹ സഹായം ചോദിച്ചത് അതാ ബുഖാരി മുസ്ലിം പോലുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാമികൾ രേഖപ്പെടുത്തിയ സഹീഹായ ഹദീസാണ്. അങ്ങനെ സഹായം ചോദിച്ചു ചെന്നു നോക്കുമ്പോ അതാ ചെറിയ പിഞ്ചുകുട്ടിയായ നബിയുല്ലാഹി ഇസ്മാഈൽ നബിയായിട്ടില്ല. കാരണം നബിയാകുന്നത് 40-ാം വയസ്സിലാണ്. ചെറിയ കുട്ടിയാണ്. പക്ഷേ ആ കുട്ടിയുടെ കാലടിച്ച സ്ഥലത്തുനിന്ന് വെള്ളം പൊട്ടി ഒഴുകുന്നു. സുബ്ഹാനല്ലാഹ്, കൈകൊണ്ട് തടാകം കെട്ടുന്നു ആ ഉമ്മ. തടാകം കെട്ടുന്നതിനനുസരിച്ച് വെള്ളം പൊങ്ങുന്നു. പൊങ്ങി 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 തടാകം കൂട്ടി കെട്ടി. അവസാനം തടാകം ഇനി അങ്ങോട്ട് കെട്ടാൻ കഴിയില്ലെന്നായപ്പോൾ ആ മഹതിയായ പെണ്ണ് റസൂലുള്ളാഹിന്റെ ഉമ്മാമയല്ലേ, ഹബീബായ നബി തങ്ങളുടെ സന്താന പരമ്പരകളിൽപ്പെട്ട പേരക്കുട്ടികളായ തങ്ങന്മാര്
അവരാ നാവ് കൊണ്ട് ചിലതങ്ങ് പറഞ്ഞാൽ ആ ഓർഡറങ്ങ് നടക്കലല്ലേ. അതിൽ വലിയ ഓർഡർ നൽകിയ മഹാനല്ലേ ഖൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്നോടേകൽ ഊട്ടേവൻ തന്റേകൽ അകൂന്ന് ഞാൻ ചൊല്ലിൽ അകും അതെന്നോവർ. അങ്ങനെയുണ്ടല്ലോ അവരെ ഓർഡർ അങ്ങ് നടന്ന ആ സംഗതി അങ്ങ് നടക്കും. അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോ ആ മഹദിയായ വലിയതായ പെണ്ണ് ഹബീബായ നബി തങ്ങളുടെ ഒരു അംശം മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ശരീരത്തിലുണ്ട്, സർവ്വതങ്ങന്മാരെ ശരീരത്തിലുമുണ്ട്. എന്നാൽ ഹബീബായ നബി തങ്ങളുടെ ഒരു അംശം അപ്പോൾ ഉപ്പാപ്പയായ ഇസ്മായിൽ എന്ന കുട്ടിയുടെ ശരീരത്തിലുണ്ട്. ആ കുട്ടിയുടെ കാല് തൊട്ട സ്ഥലത്തുനിന്ന് പൊട്ടിയൊലിച്ച വെള്ളം അതിങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോൾ ഉമ്മാമരോടറാണ് സം 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 സം. അടങ്ങണം 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 അടങ്ങണം. പിന്നെ ആ വെള്ളം പൊങ്ങിയിട്ടില്ല. ഓർഡറാ, ഔലിയാക്കളെ ഓർഡർ. ചിലര് മൊഹീദ്ദീൻമാലയെ പരിഹസിക്കുന്നവരുണ്ട്, മങ്കൂസ് മൗലിദിനെ പരിഹസിക്കുന്നവരുണ്ട്. ഔലിയാക്കൾക്ക് അങ്ങനെ ഓർഡറുണ്ടെന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കിതാബ് ഫുതൂഹുൽ ഗൈബിൽ പറഞ്ഞിട്ടുണ്ട്. അത് മഹാനവകൾ സ്വന്തം എഴുതിയ കിതാബാണ്. എന്നാൽ അതിനെ നിഷേധിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. അവരും ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ ഒരു റമ്മ നിറയെ വെള്ളം കൊണ്ടുവരും. ആ വെള്ളം കൊണ്ട് വന്നിട്ട് ഏറ്റി കൊണ്ടുവരുമ്പോ ചോദിക്കട്ടെ ഇതെന്താ സാധനമെന്ന് ചോദിക്കണോ? അപ്പൊ അവര് പറയും അത് സം സം. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചോളണം. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്പൊ മനസ്സിലാവും അത് വലിയതായ പെണ്ണിന്റെ ഓർഡറാണ്. ആ ഓർഡർ അനുസരിച്ച് വെള്ളം അവിടെ നിന്നു. പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് ഒബാമക്കോ വേറെ ഏതെങ്കിലും രാഷ്ട്രത്തലവനോ കാണിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു അത്ഭുതകരമായ വെള്ളം. ഒരാളല്ല, ഒരു വർഷത്തിൽ കോടിക്കണക്കിന് ജനങ്ങൾ ആ വെള്ളം കുടിക്കുന്നു. ആ വെള്ളം കെട്ടിയവരെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ആ കിണറ്റിലെ വെള്ളത്തിന് ഒരു കുറവും ഇല്ല. അങ്ങനെ ഒരു കിണർ ലോകത്ത് എവിടെയും ഇല്ല. ഇവിടെ നിങ്ങൾ കണ്ടോ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് അല്ലെങ്കിൽ ഇർഹാസ്, അമ്പിയാക്കൾക്ക് നബുവത്ത് ലഭിക്കുന്നതിന് മുമ്പുണ്ടാകുന്ന അത്ഭുതങ്ങൾക്ക് ഇർഹാസ് എന്നാണ് പണ്ഡിതന്മാർ സാങ്കേതികമായി പറയുക. മുഅ്ജിസത്ത് എന്നല്ല. വഫാത്തിന് ശേഷമുണ്ടാകുന്ന അത്ഭുതങ്ങൾക്ക് സാങ്കേതികമായി കറാമത്ത് എന്നാണ് പറയുക, മുഅ്ജിസത്ത് എന്നല്ല. പക്ഷേ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ കറാമത്ത് ഇർഹാസ് അല്ലെങ്കിൽ മുഅ്ജിസത്ത് അതാര മുഅ്ജിസത്താണ്? സുബ്ഹാനല്ലാഹ് വകുല്ലു ആയിന്നത്തെ റസൂലുൽ കിറാമു ബിഹാ ബൈന മത്തസല്ലത്ത് മിൻ നൂരി ബിഹി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. എല്ലാ അമ്പിയാക്കളെ മുഅ്ജിസത്തും എല്ലാ ഔലിയാക്കളെ കറാമത്തും എല്ലാ കാര്യങ്ങളും ഹബീബായ നബി തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ഇന്നും ആ സംസമിന്റെ മഹത്വവും അതിന്റെ അത്ഭുതവും അതിന്റെ രോഗശമനവും ഒക്കെ നിലനിൽക്കുകയാണ്. ഞാനിപ്പോൾ വരുന്ന സമയത്ത് ഒരു വീട്ടിൽ കയറി ദുആ ചെയ്തു. ആ വീട്ടിൽ കയറാൻ വേണ്ടി എന്നെ ക്ഷണിച്ചത് സുള്യക്കടുത്തുള്ള അച്ചാപുരത്തുകാരൻ ഹസൻ സഖാഫിയാണ്. അദ്ദേഹം സിറാജുൽ ഹുദയിൽ പഠിച്ച ഒരു മുതഅല്ലിമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഉമ്മക്ക് ക്യാൻസർ രോഗം വന്നപ്പോൾ
വിനീതനായ ഞാൻ അല്പം സംസം വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി കൊടുക്കാൻ പറഞ്ഞു. അതിലെന്തോ ഓതിക്കൊടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സംസം വെള്ളം കുടിച്ചപ്പോൾ രോഗം മാറിപ്പോയെന്ന് എന്നോട് നേരിൽ പറഞ്ഞല്ല, സ്റ്റേജിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാണ്. സംസം എന്ത് ഉദ്ദേശം വെച്ച് കുടിച്ചോ അത് നേടുമെന്ന് ഹദീസിൽ വന്നതാണ്. മാഉ സംസമ ലിമാ ശുരിബ ലഹു. കാരണം ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിന്റെ ഒരംശം ശരീരത്തിലുള്ളപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആകുന്ന കുട്ടിയുടെ കാല് തൊട്ട സ്ഥലത്തുനിന്ന് പൊട്ടിയൊലിച്ച വെള്ളത്തിന്റെ ആ വലിയ മുഅ്ജിസത്ത് അല്ലെങ്കിൽ കറാമത്ത് അല്ലെങ്കിൽ അത്ഭുതം അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു. പക്ഷേ ആ സംസം വെള്ളം വെച്ചിട്ട് വെല്ലുവിളിക്കാൻ പാടില്ല. ഈ സംസം വെള്ളത്തെ സംബന്ധിച്ച് സംസം വെള്ളം ഏതുദ്ദേശം വെച്ച് കുടിച്ചു അത് ശരിയാവുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ ഉദ്ദേശം ശരിയാകുകയാണെങ്കിൽ ഇത് സംസമാണ് അല്ലേ സംസമല്ല എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരുത്തം വെല്ലുവിളിച്ചാൽ മനസ്സിലാക്കണം അവന് ലോകത്ത് ഒരു വിവരമില്ലാത്തൊരു ജാഹിലാണ് എന്ന് മനസ്സിലാക്കണം. വെല്ലുവിളി സ്വീകരിച്ചാൽ മനസ്സിലാക്കണം, സ്വീകരിക്കുന്നവരും വിവരമില്ലാതെ മനസ്സിലാക്കണം. അങ്ങനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന മൗജിദത്ത് അല്ല അത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഒരുപാട് സംഗതികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞു, ലൗ ജുഇലൽ ഖുർആനു ഫീ ആബിൻ ثم ഉൽഖിയ ഫിന്നാരി മഹ്തറഖ. പരിശുദ്ധ ഖുർആൻ ഒരു തോലിലാക്കിയിട്ട് തീയിലിട്ടാൽ അത് കരിയൂല. മിസ്കാത്തിൽ ഹദീസുണ്ട്. പക്ഷേ എന്നാൽ തീയിലിട്ടിട്ട് കരിയുന്നുണ്ടെങ്കിൽ ഖുർആനല്ല, കരിയുന്നില്ലെങ്കിൽ ഖുർആനാണ് എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരുത്തൻ വെല്ലുവിളിച്ചാൽ വെല്ലുവിളിച്ചവൻ ഇസ്ലാമെന്ന് പുറത്താണ്, അത് അംഗീകരിച്ചവനും ഇസ്ലാമെന്ന് പുറത്താണ്. കാരണം അങ്ങനെ പരിശോധിച്ചു നോക്കിയിട്ട് ഖുർആനാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ വകുപ്പില്ല. ഖുർആനെ പറ്റി സംശയിച്ചവനപ്പം തന്നെ ഇസ്ലാമെന്ന് പുറത്താണ്. അതേ സമയത്ത് ഖുർആനിന്റെ ഒരു വെല്ലുവിളി അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നു. അതാണ് ദാമത്തിൽ ദൈന. ആ ഖുർആൻ നമ്മളടുക്കൽ നിലനിൽക്കുകയാണ്. മൂസാ നബിയുടെ തൗറാത്ത് പോലെയല്ല, അതിൽ കൈകടത്തലുകൾ വന്നുപോയി. ഹബീബായ നബിതങ്ങൾ അതാ അൽബദു സുഖബി അംദിഹി വസംസുയിദ് ഖർബത്തുലഹു റുദ്ദത ബിഗൈരി തറദ്ദുദി. ഹബീബായ നബിതങ്ങൾ ചൂണ്ടിയപ്പോൾ ചന്ദ്രൻ പിളർന്നിട്ടുണ്ട്. പക്ഷേ ആ പിളർന്നതിപ്പോഴും പിളർന്നു നിൽക്കുകയല്ല, അത് അപ്പോൾ മാത്രമുള്ള ഒരു മുഅ്ജിസത്താണ്. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്നതാ നല്ല ശുദ്ധജലം പൊട്ടിയൊലിച്ചിട്ടുണ്ട്. അതപ്പോൾ ഒലിച്ചു, ഇപ്പോഴും ഒലിക്കുന്നില്ല. സംസം വെള്ളം അങ്ങനെയല്ല, ഇപ്പോഴും പൊട്ടി ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്ര എടുത്താലും തീരുന്നില്ല. അങ്ങനെ നിലനിൽക്കുന്ന മുഅ്ജിസത്തായ സംസം പോലും വെല്ലുവിളിക്ക് പറ്റൂലെന്നാ ഞാൻ പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ല. ഇമാം ബൂസരി അതാ പഠിച്ചതാമത്തില്ലദൈന. ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ അടുക്കൽ നിലനിൽക്കുകയാണ്. ഫഫാഖത്ത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബിയീന. ഏത് നബിക്ക് ഏത് മുഅ്ജിസത്തുണ്ടോ എല്ലാ മുഅ്ജിസത്തിന്റെയും മേലെയാണ് പരിശുദ്ധ ഖുർആൻ. കാരണം അത് വെല്ലുവിളി സ്വഭാവത്തോടുകൂടെ നിലനിൽക്കുന്നില്ല. വെല്ലുവിളി സ്വഭാവത്തോടുകൂടെ നിലനിൽക്കുന്ന ഒരേ ഒരു മുഅ്ജിസത്ത് അത് പരിശുദ്ധ ഖുർആനാണ്. അതിന്റെ വെല്ലുവിളി എന്താണ്? ഫഅ്തൂബി സൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ്. ഈ ഖുർആനെ സംബന്ധിച്ച് സംശയമുണ്ടോ? ഖുർആൻ കൊണ്ടുവന്ന നബിയെക്കുറിച്ച് സംശയമുണ്ടോ? ഈ ഖുർആനിനുള്ളൊരു സൂറത്ത് പോലെ അതാശയ ഗാംഭീര്യമുള്ള സാഹിത്യ സമ്പുഷ്ടതയുള്ള ശ്രവണമാധുര്യമുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിക്കോളൂ. എല്ലാവരെയും സഹായത്തിന് വിളിച്ചോളൂ. കൊണ്ടുവരാൻ കഴിയോ? بلغتها دعوى معارضها رد الغيور يد الجنين الحرمي. ഇന്ന് വരെ
ഒരാൾക്കും ആ വെല്ലുവിളി നേരിടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ഇന്നക ലമിനൽ മുർസലീൻ, നബിയെ തങ്ങൾ സാധാരണ മനുഷ്യനല്ല, മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് എന്ന് പറയുമ്പോ അതിന്റെ തെളിവായി അല്ലാഹു പറയുന്നു യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഈ ഭദ്രമായ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഈ ഖുർആൻ സാക്ഷിയാണ് നബിയേ, ഖുർആൻ സത്യമാണ് നബിയേ, തങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട ആള് തന്നെ. കാരണം ഒരാൾക്കും ഖുർആനിന്റെ അമാനുഷികത ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല എന്നതിന് തെളിവ് അവിടുന്ന് കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആൻ. വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഖുർആൻ പഠിക്കണം, ധാരാളമായി പഠിക്കണം. ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു ആശ, ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ഫാറൂഖ് തങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ നേതാക്കന്മാരായ സയ്യിദന്മാരുണ്ട്. അല്ലാഹു അവർക്കും നമുക്കും എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അതുപോലെ പ്രായം ചെന്ന ആലിമീങ്ങളുണ്ട്, ചെറുപ്പക്കാരായ സയ്യിദന്മാരും ആലിമീങ്ങളും വേറെയുണ്ട്. എത്രയോ നൂറുകണക്കിന് മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളും ഖുർആൻ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളും, എത്രയോ ഹബീബായ നബി തങ്ങളെ മഹബത്ത് വെക്കുന്ന മുഅ്മിനീകളും ഉണ്ടല്ലോ. അതുകൊണ്ട് ദ്വാരക്കാൻ വേണ്ടി ഞാൻ പറയാണ്, പരിശുദ്ധ ഖുർആൻ അത് ഒരു പരിഭാഷക്കാരനും അത് എഴുതിയിട്ടും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയൂല, ഒരു പ്രസംഗകനും കഴിയൂല, ഒരു വാദകാരനും കഴിയൂല. എന്നാൽ ഒരു ചെറിയ ഖിദ്മത്ത് എന്ന നിലക്ക് ഖുർആനിൽ നിന്ന് കുറെ സൂറത്തുകൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ സംസാരിച്ച് ഖുർആൻ എത്ര സൂറത്ത് കഴിയുമെങ്കിൽ തീർത്തും തന്നെ ഒന്ന് വാദ പറയണമെന്ന് ഒരു പൂതി, ഒരു ആഗ്രഹം മനസ്സിൽ. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഓരോ സൂറത്ത് ഓരോ സ്ഥലത്തു നിന്ന് വാദ പറയലാണ് താല്പര്യം. ഒറ്റപ്പെട്ട വാദ പറയലിന് താല്പര്യം കുറവാണ്. കാരണം ഖുർആൻ ഓരോ സൂറത്തും ഒന്ന് പറഞ്ഞു തീർക്കണമെന്നൊരു ആഗ്രഹം, മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. അല്ലാഹു തആല സയ്യിദന്മാരുടെയും ആലിമീങ്ങളെയും മുതഅല്ലിമീങ്ങളൊക്കെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് ചെയ്യട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ദ്വാരക്കണം. ഞാൻ ഇക്കൊല്ലം കുറെ സൂറത്തുകൾ സംസാരിക്കാൻ വിചാരിച്ചു. അങ്ങനെ സൂറത്തുൽ കഹ്ഫ് നാദാവർക്ക് സംസാരിച്ചു. പക്ഷേ 7 ദിവസം കൊണ്ട് അതിന്റെ ഏകദേശം പകുതി മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി ഇൻഷാ അല്ലാഹ് പെരിങ്ങത്തൂരിൽ വെച്ച് പ്രസംഗിക്കാം എന്ന് പറഞ്ഞു. മറ്റന്നാൾ അവിടെ ബാക്കി ഭാഗം സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ സയ്യിദ് അലി ബാഫഖി തങ്ങളാണ് എന്റെ എല്ലാ വിഷയവും തുടങ്ങിത്തരല് തങ്ങളാണ്. സിറാജുള്ളതൊക്കെ ആദ്യമായി തറക്കല്ലിട്ട് തന്നെ എന്നെ തങ്ങളാണ്. അങ്ങനെ എന്റെ എല്ലാ വിഷയത്തിലും ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ് ഉണ്ടാകാറ്. തങ്ങളവറുകളോട് ഞാൻ നേരത്തെ വിളിച്ചു വന്ന് ദുആ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു ദിവസം വരും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റി കൊടുക്കട്ടെ. അതുപോലെ നമ്മളെല്ലാ സയ്യിദന്മാർക്കും അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പോ കർണാടകയിലുള്ള പലരും സദസ്സിലുണ്ടാവും, അതുപോലെ കാസർഗോഡുള്ളവരുണ്ടാവും. ഇൻഷാ അല്ലാഹ് പുത്തൂരിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് പുത്തൂരിൽ ഒരു 2 ദിവസം ഈ കൊല്ലം പ്രസംഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ കഴിയുന്ന ആളുകളൊക്കെ വരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എപ്പോഴും മുഹമ്മദ് സഖാഫി ഫെബ്രുവരി 24, 25 അല്ലേ? 24, 25, 26 സുള്ളിയിൽ നമ്മുടെ മുഅല്ലിമീങ്ങളുടെ വലിയൊരു സമ്മേളനമുണ്ട്. ഞാൻ 3 ദിവസമായിരുന്നു വിചാരിച്ചത്. സമ്മേളനം ഉള്ളതുകൊണ്ട് ബാക്കി ഇൻഷാ അല്ലാഹ് സുള്ളിയിൽ വെച്ച് സംസാരിക്കാം. അങ്ങനെ 3 ദിവസത്തെ പരിപാടി ഞാൻ ദുബായിൽ പോകാൻ വേണ്ടി നിശ്ചയിച്ചു വെച്ച ദിവസം മാറ്റിയിട്ട് കൊടുത്തതാണ്. കഴിഞ്ഞ ഒരു വാക്ക് പറഞ്ഞുപോയി. അവിടെ നമുക്ക് 2-3 ദിവസം പ്രസംഗിക്കാന്ന് വാക്ക് പറഞ്ഞു. വാക്ക് പാലിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാവരും ആ പരിപാടിക്ക് ഞാൻ ഇടയ്ക്ക് ക്ഷണിക്കുകയാണ്. പറഞ്ഞു വന്നത് ഇൻഷാ അല്ലാഹ് അങ്ങനെ ഓരോ സൂറത്തുകൾ സംസാരിക്കുക, അത് വലിയ സന്തോഷമാണ്. അതുപോലെ എന്നോട് ഈ അടുത്തൊരാൾ പറഞ്ഞു, ബുർദ ബൈത്ത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊരു വഅദ് പറയണമെന്ന് പറഞ്ഞത്. അബൂദാബിയിൽ നിന്ന് നമ്മുടെ മുസ്തഫ ദാരിമിയാണ് പറഞ്ഞത്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഞാനത് മറന്നുപോയി. ഇപ്പൊ അയാൾ റബീഉൽ അവ്വൽ എടുത്തപ്പോ അതിന്റെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ചെയ്യാതിരുന്നു എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഓർമ്മയായി. അങ്ങനെ മിനിഞ്ഞാന്നൊരാള് ജിദ്ദയെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഓരോരോ ഒത്തൊരുമിച്ച് കൂടലാണല്ലോ, നിങ്ങൾ ബുർദ ബൈത്ത് വഅദ് പറയണം നിർബന്ധമായിട്ടില്ല.
ഞാൻ പറയും ചെലവ് തീർത്ത് നിങ്ങൾ തരുമോന്ന് ചോദിച്ചു. അയാൾ ഒരു കമ്പനിന്റെ മുതലാളി, ദാരിമിനെ പോലെയല്ല, തീർത്ത് ചെലവ് ഞാൻ തരാത്ത. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതും പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആൻ, അതിലെത്ര ഇൽമുകളാണ്, എത്ര മാനകളാണ് പറഞ്ഞാലുണ്ടോ തീരുന്നു. ആ ഖുർആൻ സാക്ഷിയാണ്, ഖുർആൻ കൊണ്ട് സത്യമാണ്. ഓ നബിയേ, തങ്ങൾ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ് നബിയേ, ഒരു സാധാരണ മനുഷ്യനല്ല. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അൽഹംദുലില്ലാഹ്. സൂറത്ത് യാസീനും സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുർ റഹ്മാനും സൂറത്തുൽ ലുഖ്മാനും അതുപോലെ തുടങ്ങിയ ഒരുപാട് സൂറത്തുകൾ മുമ്പ് സംസാരിച്ച സീഡികളുണ്ട്. സൂറത്തുൽ ലുഖ്മാൻ 7 ദിവസം പ്രസംഗിച്ചു. ശേഷം 5 ദിവസം സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകളാണ്. അതേ സുന്നി ആദർശം സൂറത്തുൽ ലുഖ്മാനിലൂടെ കുറ്റ്യാടിയിൽ 5 ദിവസം പ്രസംഗിച്ചത് ആ വിഷയമാണ്. അതൊക്കെയും കേട്ടാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. മുഅ്മിനീങ്ങളെ, കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പുത്തൻവാദികളായ ആളുകൾ വന്ന് നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങളും സാലിഹീങ്ങളും മുഅ്മിനീങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയങ്ങളെ ചോദ്യം ചെയ്യുമ്പോ മനസ്സിന് സംശയങ്ങൾ ഉദിക്കുന്നത് എന്തുകൊണ്ടാണ്? വിവരമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് എത്രത്തോളം നമുക്ക് വിജ്ഞാനം കരഗതമാക്കാൻ കഴിയോ അത്രത്തോളം ഈമാനിന് പ്രൊട്ടക്ഷനാണ്. ഇരിക്കട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വഭാവം, അവിടുന്ന് കൊണ്ടുവന്ന ആദർശം, അവിടുന്ന് കൊണ്ടുവന്ന ആശയം ഒരിക്കലും ഹബീബിനെ വിമർശിക്കാൻ വിമർശകർക്കൊരു വകുപ്പുമില്ല. കാരണം അലാ സിറാത്തിൻ മുസ്തഖീം, നേരെ ചൊവ്വേയുള്ള സ്ട്രെയിറ്റ് ആയ മാർഗമല്ലാതെ ഒരു വളഞ്ഞ വഴിയും ഹബീബായ നബി തങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കിയാലും ഏറ്റവും നല്ല സ്വഭാവമല്ലേ അവിടുന്ന് പഠിപ്പിച്ചത്? അതേ സൂറത്തുൽ അഖ്ലാഖ്. മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. സൂറത്തുൽ അഖ്ലാഖ്, അങ്ങനെ ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ. പക്ഷേ ചിലപ്പോ ചിലർക്ക് തോന്നും അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നും. ഉണ്ട്, അങ്ങനെ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഹുജറാത്ത്. അതിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ അഖ്ലാഖ്. ആ സൂറത്തുൽ ഹുജറാത്ത് ഞാൻ പാറക്കടവിൽ 2 ദിവസം പ്രസംഗിച്ചു. ബാക്കി ഇൻഷാ അല്ലാഹ് കുറ്റ്യാടിയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ തുടക്കത്തിലുള്ള ഒരു ആയത്താണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഓതിക്കേൽപ്പിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. മനുഷ്യന് സ്വഭാവം പഠിപ്പിക്കുന്ന സൂറത്താണത്. ആ സ്വഭാവം പഠിപ്പിക്കുന്ന സൂറത്തിന് ഹുജറാത്ത് എന്ന പേര് വന്നത് എന്തുകൊണ്ടാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും സാധാരണ നിലക്ക് പോരാ. അവിടുത്തോടൊരു അദബ് കേട് കാണിച്ചാൽ അല്ലാഹു ഉടനെ തന്നെ അത് ചോദ്യം ചെയ്യും. അവന്റെ ഹബീബിനോട് അദബ് കേട് കാണിച്ചാൽ അല്ലാഹു തആല ഉടനെ തന്നെ നടപടി സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ ആ സൂറത്തിൽ നമുക്ക് കാണാം, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാതി അക്സറുഹും ലാ യഅഖിലൂൻ ഖാല അല്ലാഹു അസ്സ വജൽ. എല്ലാവരും ക്ഷീണം പിടിക്കാണ്. എഴുന്നേറ്റൊന്ന് നിന്നാൽ ആ ക്ഷീണം പിടിച്ച കുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയാട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളുടെ മദ്ഹ് പറയുമ്പോ ക്ഷീണം പിടിക്കാൻ പാടില്ല, ആവേശത്തോടുകൂടെ ഇരിക്കണം. സ്വഹാബത്ത് അങ്ങനെയാണ്, അത് അദബാണ്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്, ഓ നബിയെ, തങ്ങൾ റൂമിലിരിക്കുമ്പോ തങ്ങളെ റൂമിന്റെ അപ്പുറത്ത് വന്നിട്ട് തങ്ങളെ വിളിക്കുന്ന കക്ഷികൾ, അത് അദബുകേടാണ്. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇവിടെ റൂമിലിരിക്കുമ്പോ റൂമിന്റെ സമീപത്ത് നിന്ന് ശബ്ദമുയർത്തിയാൽ അത് അദബുകേടാണ്. ഉസ്താദിന്റെ റൂമിന്റെ അടുത്തിൽ വെച്ച് ശബ്ദമുയർത്തിയാൽ അദബുകേടാണ്. ഹബീബായ നബി തങ്ങളോട് പിന്നെ പറയണോ? അവിടുന്ന് റൂമിലിരിക്കുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത് അതാ വികാരം ആ വികാരത്തോടെ വന്നൊരു വിഭാഗം, അവരുടെ ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് പരിഹാരം വേണം. അതിന് ഹബീബായ നബി തങ്ങൾ ഇറങ്ങി വരുന്നത് വരെ അതപോടെ ഗുരുത്വത്തോടെ കാത്തു നിൽക്കാതെ റൂമിന്റെ അടുക്ക പോയി ശബ്ദമുണ്ടാക്കി ഒരു കൂട്ടര് അവരെ അല്ലാഹ് ആക്ഷേപിക്കുകയാണ്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്, അങ്ങയുടെ വീട്ടിന്റെ സമീപത്ത് വന്ന് ഞങ്ങളെ വിളിച്ചിട്ടുള്ള കക്ഷികൾ അക്സറുഹും ലാ യഖിലൂൻ, അവരിലതാ അധികം ആളുകളും ബുദ്ധിയില്ലാത്തവരാണ് നബിയേ, വിവേകമില്ലാത്തവരാണ് നബിയേ. വികാരപരമായ പ്രവർത്തനം നടത്തുന്നവർ പലപ്പോഴും വിവേകമില്ലാത്തവരായിരിക്കും. വർഗീയത ഉണ്ടാക്കുന്നവർ, ഭീകരവാദം പരത്തുന്നവർ, തീവ്രവാദമുണ്ടാക്കുന്നവർ, നാശം വിതക്കുന്നവർ എല്ലാം വികാരജീവികളാണ്. അവർക്ക് വിവേകമില്ല. വിവേകം നഷ്ടപ്പെട്ടവർ, അവരുടെ സ്വഭാവം വികാരത്തിന് അടിമപ്പെടലാണ്. ഇത് കാണുന്നില്ലേ നാശം? എന്തെല്ലാം നാശാണ്! ആരും കാണാണ്ട് കുറച്ച് ബോംബ് നിർമ്മിക്കുക, എന്നിട്ട് ബോംബുണ്ടാക്കിയിട്ട് ചിലപ്പോ ഉണ്ടാക്കുമ്പോ തന്നെ പൊട്ടിത്തെറിച്ച് ഉണ്ടാക്കുന്നോ മരിക്കും. അത് വേറെ. മരിക്കാണ്ട് സലാമത്തായാൽ തന്നെ ആരും കാണാതെ രാത്രി കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഓഫീസിനൊരേറ്, അല്ലെ ഒരു വീട്ടിനൊരേറ്, അല്ലെ ഒരു സ്ഥാപനത്തിനൊരേറ് എറിഞ്ഞിട്ട് എറിഞ്ഞവൻ അവിടെ നിൽക്കുവോ? ഇല്ല, അവൻ പോയി ഒളിച്ചാൽ. നേരം വെളുത്ത് നോക്കുമ്പോ ഒരു പാർട്ടിയുടെ ഓഫീസിനെതിരെ ബോംബ് നടന്നിരിക്കുന്നു, അല്ലെ ഒരു പുരക്കെതിരെ, വീട്ടിനെതിരെ ബോംബ്. ഉടനെ തന്നെ ഏത് പാർട്ടിയുടെ ഓഫീസിനാണോ ഏറ് കിട്ടിയത് അവന്റെ എഗനിസ്റ്റ് പാർട്ടിയെ അവൻ തെറ്റിദ്ധരിച്ചു. അതുപോലെ തന്നെ ഏത് വീട്ടിനാണോ ഏറ് കിട്ടിയത് ആ വീട് ഏത് മതസ്ഥന്റേതാണോ അതല്ലാത്ത മറ്റൊരു മതക്കാരനെ തെറ്റിദ്ധരിച്ചു. പിന്നെന്താ സംഭവിക്കുന്നത്? ആ ഏറ് കിട്ടിയവന്റെ പാർട്ടി അല്ലാത്തവരുടെ പാർട്ടികളുടെ ഓഫീസ് തകർക്കപ്പെട്ടു. അതുപോലെ ഏറ് കിട്ടിയ സമുദായത്തിൽ പെടാത്തവന്റെ വീട് തകർക്കപ്പെട്ടു. വണ്ടി അടിച്ചു പൊട്ടിച്ചു. നാട്ടിലുള്ള ആകെ കുഴപ്പം. പ്രസവവേദന കിട്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോകുന്ന പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയില്ല, റോഡ് ബ്ലോക്ക്. ആകെ പ്രശ്നം തന്നെ. ആരായത് വലിച്ചിട്ടത്? ഈ നിയമം കയ്യിലെടുത്ത തീവ്രവാദി, ഈ ഭീകരവാദി. എന്നാ തിരക്കേടില്ല, ഇവൻ വലിയ ധീരനായിട്ട് ഇത് എറിഞ്ഞിട്ട് നെഞ്ഞൂക്കോടുകൂടെ അങ്ങനെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാനാ എറിഞ്ഞത് വരി എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ തിരക്കേടില്ല. ഇവൻ ഇത് എറിഞ്ഞിട്ട് ഒളിച്ചു കളയാണ്. എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ നാട്ടുകാരെയും നിരപരാധികളായ ആളുകളെയും കുരുതി കൊടുക്കുകയാണ്. അതല്ലേ സർവ്വ തീവ്രവാദികളും സർവ്വ ഭീകരവാദികളും സർവ്വനാശം വിതക്കുന്നവരും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, അത്തരത്തിലുള്ള ഒരു ഭീകരവാദിക്കും സ്വർഗമില്ല, അത്തരത്തിലുള്ള ഒരു തീവ്രവാദിക്കും സ്വർഗമില്ല. തിൽക ദാറുൽ ആഖിറത്ത് നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ. നാശമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്വർഗമില്ല. സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ പിരിവെടുക്കുമ്പോൾ തർക്കം, എല്ലാ സ്ഥലത്തും തർക്കം. അങ്ങനെ തർക്കം നടക്കുമ്പോ സ്വാഭാവികമായും ഇന്ത്യ രാജ്യത്തിന്റെ നിയമം സ്വീകരിക്കുന്നവർ നിയമത്തിന്റെ വഴി തേടുന്നു, കോടതിയിൽ പോകുന്നു. കോടതിയിൽ നിന്ന് അതാ നിയമപരമായി ഒരു കക്ഷിയും ഒരു സംഘടനക്കാരനും
പള്ളിയിൽ നിന്ന് പിരിവെടുക്കേണ്ട, പള്ളി ഇബാദത്തിന് വേണ്ടിയുള്ളതാണ്, അല്ലെ പിന്നെ ഏകോപിച്ച് ഐക്യത്തോടെ എടുക്കട്ടെ എന്ന് കോടതി വിധിക്കുമ്പോ ആ കേസ് കൊടുത്തവനെ വെട്ടിക്കൊന്നു കളയുന്നു, കോടതിയിൽ പോയവനെ വെട്ടിക്കൊന്നു കളയുന്നു. തീവ്രവാദം, ഭീകരവാദം. ഈ നിലക്കുള്ള ഫസാദുണ്ടാക്കുന്ന കക്ഷികൾക്ക് സ്വർഗമില്ല. പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളാണ് സുഹൃത്തുക്കളെ ഖുർആൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിന്റെ സമീപത്ത് പോയി ശബ്ദമുണ്ടാക്കിയ കക്ഷികൾ അക്സറുഹും ലാ യഖിലൂൻ, അവരിലധികം ആളുകളും ബുദ്ധിയില്ലാത്തവരാണ്. അതാണ് വികാരത്തിനടിമപ്പെട്ട് പ്രവർത്തിച്ചത്. വിവേകമുള്ളവർ ഹബീബായ നബി തങ്ങൾ ഇറങ്ങി വരുന്നവരെ അവിടെ അച്ചടക്കത്തോടെ കാത്തു നിൽക്കുമായിരുന്നു. ഇവിടെ ഈ ഹുജറാത്ത് എന്ന പദം ഉള്ളതുകൊണ്ട് സൂറത്തുൽ ഹുജറാത്ത് എന്ന് ആ സൂറത്തിന് പേര് ഉണ്ട്. അവിടെ ഒരുപാട് വിഷയം പറയാനുണ്ട്, ഇപ്പൊ പറയാൻ സമയമില്ല. യുനാദൂനക്കാന്ന അല്ലാഹു തആല പറഞ്ഞത്, യുക്കല്ലിമൂനക്കാന്നല്ല, തങ്ങളോട് സംസാരിക്കുന്നവർ എന്നല്ല പറഞ്ഞത്. അതിന്റെ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. സംസാരം എന്ന് പറഞ്ഞാല് മനുഷ്യന്മാര്, ബുദ്ധിയുള്ളവരാണ് മനുഷ്യന്മാര് ചെയ്യുന്ന ഒരു പണിയാണ് സംസാരം. വിളിക്കല് ബുദ്ധിയില്ലാത്ത ജീവികളും വിളിക്കും, അങ്ങനെയാണല്ലോ. കോഴി അതിന്റെ കുട്ടികളെ വിളിക്കും. നല്ല അരിമണി കണ്ടാല്, ചെതലുറുമ്പ് കണ്ടാല് അച്ചിക്കോഴി, അമ്മ തള്ളക്കോഴി മറ്റുള്ള അതിന്റെ കുട്ടികളെ വിളിക്കും. ഇതുപോലെ ഒരു കന്നുകാലിയുടെ കന്നുകുട്ടി, ആ കന്നുകുട്ടിയെ ചിലപ്പോ തള്ള വിളിക്കും. അങ്ങനെ മൃഗങ്ങളും പക്ഷികളും കൂടി വിളിക്കും. പക്ഷേ മൃഗങ്ങൾ സംസാരിക്കുന്നതല്ല, സംസാരമില്ല, വിളിയുണ്ട്. അപ്പൊ മൃഗങ്ങൾ ചെയ്യുന്ന പണിയാണ് ഇവർ ചെയ്തത് എന്ന് വെച്ച് തീർക്കാനാ ഇന്നല്ലതിനെ യുനാദൂനക്ക യുക്കല്ലിമൂനക്ക എന്ന് പറയാതെ, തങ്ങളോട് സംസാരിക്കുന്നവരെന്ന് പറയാതെ തങ്ങൾ വിളിക്കുന്നവരെന്ന് പറഞ്ഞു. കാരണം അത് ഏത് പോത്തും വിളിക്കൂ. ബുദ്ധിയില്ലാത്ത ആളുകൾ ചെയ്ത പണിയായിപ്പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂമിന്റെ അടുക്ക് പോയി ശബ്ദമുയർത്തിയത്. ഹബീബായ നബിയെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് കാണുന്ന ആ ആക്ഷേപം കണ്ടോ നിങ്ങൾ? ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാതി അക്തറുഹും ലാ യഖിലൂൻ വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. നബിയേ, തങ്ങൾ ഇറങ്ങി വരുന്നത് വരെ ശബ്ദമുണ്ടാക്കാതെ റൂമിന്റെ ഇപ്പുറത്ത് അവര് അച്ചടക്കത്തോടെ അതപോടെ കാത്തിരുന്നുവെങ്കിൽ അവർക്ക് എത്രയോ നന്നായിരുന്നു. സൂറത്തുൽ ഹുജറാത്ത്, സൂറത്തുൽ അഖ്ലാഖ്, അതിൽ തന്നെ എത്ര സ്വഭാവങ്ങളെ സംബന്ധിച്ചാ പറഞ്ഞത് അല്ലേ പരിശുദ്ധ ഖുർആൻ? ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. നിങ്ങൾ ഒരു പുരുഷന്മാരും വേറൊരു പുരുഷന്മാരെ പരിഹസിക്കരുത്. ഖൗമ് എന്ന അറബി വാചകം പുരുഷന്മാർക്ക് മാത്രം പറയുന്ന വാചകമാണ്. ഖായിമ് എന്നതിന്റെ ബഹുവചനമാണ് ഖൗമ്. അതുകൊണ്ട് തന്നെ അത് പുരുഷന്മാർക്ക് മാത്രം പ്രയോഗിക്കുന്നതാണ്. ഖായിമ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവനാണ്. അതിന്റെ അർത്ഥങ്ങളൊക്കെ ഇപ്പൊ നിൽക്കുകയാണല്ലോ. നിൽക്കുന്നവനാണ് അതിന്റെ അർത്ഥം. നിൽക്കുന്നവൻ എന്നെന്തുകൊണ്ടാണ് നമ്മൾ ജനങ്ങൾ എന്നാണ് അതിനർത്ഥം പറയാറ്. ഖൗമ് എന്ന പേര് വരാൻ എന്താ കാരണം? അത് എല്ലാ കാര്യങ്ങളും നോക്കി നിൽക്കുന്നവർ പുരുഷന്മാരാണ്. പെണ്ണുങ്ങളെ കാര്യവും നോക്കണ്ട് പുരുഷന്മാരാണ്. അല്ലിജലു ഖവ്വാമൂന അലന്നിസാ. കുട്ടികളെ കാര്യവും നോക്കണ്ട് പുരുഷന്മാരാണ്. എല്ലാരെ കാര്യവും നോക്കണ്ട് പുരുഷന്മാരാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് മാത്രമേ ഖൗമ് എന്ന പ്രയോഗമുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വലാ നിസാഉം മിൻ നിസാഇൻ, ഒരു സ്ത്രീയും വേറെ സ്ത്രീകളെ, ഒരു സ്ത്രീകളും സ്ത്രീകളെ പരിഹസിക്കരുത്, കളിയാക്കരുത്. പുരുഷന്മാരെ കളിയാക്കരുത്, സ്ത്രീകളെ കളിയാക്കരുത്. ഖുർആനാണല്ലോ, അതിന് വല്ലാത്ത മഹനല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, പുരുഷന്മാരെ കളിയാക്കരുത്. പുരുഷന്മാര് പെണ്ണുങ്ങളെ കളിയാക്കൂല. കാരണം ജീൻസൊക്കാത്തവരുണ്ടോ കളിയാക്കുന്നു. ഇപ്പൊ ഒരു ഡോക്ടറുണ്ടോ മുസ്ലിയാർ കളിയാക്കാൻ പോകുന്നു? ഡോക്ടറുണ്ടോ മുസ്ലിയാരെ കളിയാക്കുന്നു? ഒരു ഡോക്ടർ പരിഹസിക്കാരിയായിരിക്കും വേറൊരു ഡോക്ടറെ. ഒരു മുസ്ലിയാർ കളിയാക്കുന്ന കാര്യമായിരിക്കും വേറൊരു മുസ്ലിയാരെ. അങ്ങനല്ലേ എന്റെ സ്വഭാവം? വർഗത്തിനല്ലേ പരിഹാസം നടക്കുക. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളെ പരിഹസിക്കരുത്, ആണുങ്ങളെ പരിഹസിക്കരുത്. കാരണം അല്ലാത്തൊരു പരിഹാസം നടക്കാനുള്ള വകുപ്പ് കുറവാ. അതുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞു പുരുഷന്മാരെ പരിഹസിക്കരുത്, സ്ത്രീകളെ പരിഹസിക്കരുത്.
വലാ നിസാഉം മിൻ നിസാഇൻ അസായകുന്ന ഖൈറൻ മിൻഹുന്ന. പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ നല്ലവരായിരിക്കാം. പരിഹസിക്കപ്പെടുന്ന പുരുഷന്മാർ പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരായിരിക്കാം. ആരും ആരെയും പരിഹസിക്കരുത്. ഖുർആൻ പഠിപ്പിക്കുന്ന സ്വഭാവം ഇതുപോലെ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്ം. ആരും ആരെയും തെറ്റിദ്ധരിക്കരുത്. ഒരു പുരുഷൻ സ്ത്രീയെ തെറ്റിദ്ധരിക്കരുത്, ഭർത്താവ് ഭാര്യയെ തെറ്റിദ്ധരിക്കരുത്, ഭാര്യ ഭർത്താവിനെ തെറ്റിദ്ധരിക്കരുത്, നേതാവിനെ അനുയായികൾ തെറ്റിദ്ധരിക്കരുത്, അനുയായികളെ നേതാവ് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ആരും ആരെയും തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമല്ല, മനസ്സിൽ തെറ്റായ ധാരണ ഉണ്ടാകരുതെന്ന് മാത്രമല്ല, നിങ്ങളെ നാവ് കൊണ്ട് അതാ പൊരുത്തപ്പെടാത്തത് പറയരുത്. ഇതൊക്കെ ഒറ്റ സൂറത്തുൽ അഖ്ലാഖിൽ അല്ലാഹു തആല പഠിപ്പിച്ച സ്വഭാവങ്ങളുടെ ഭാഗങ്ങളാണ്. ഒക്കെ പറയാൻ ഇവിടെ സമയം ഇല്ല. സഹോദരന്മാരെ, അങ്ങനെ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനും കൊണ്ടുവന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, ബഹുമാനം സാധാരണ ബഹുമാനം പോരാ. എന്റെ ചെറുപ്പക്കാരി ഇരുന്നോളൂ, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിയുടെയും ഇമാം തിർമിദിയുടെയും ഒക്കെ ഉസ്താദാണ്, ലോകപ്രശസ്ത പണ്ഡിതനാണ്. സുബ്ഹാനല്ലാഹ്. ഖാദിയാണ്, മഅ്മൂൻ രാജാവാണ് ഭരണാധികാരി. അന്നത്തെ ഖാദിയാണ് യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹു. ആ മഹാനായ യഹ്യ ഇബ്നു അക്സം റളിയല്ലാഹു അൻഹുവിനോട് അതേ ഭരണാധികാരിയായ മഅ്മൂൻ രാജാവ് പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ മാർഗം അദ്ദേഹം പറഞ്ഞില്ലേ, ഇന്നഹു ലയതിർ റജുലു, ഒരു വ്യക്തി എന്റെ സമീപത്ത് വരുന്നു, ബിശൈഇൻ, ഒരു വസ്തുവുമായി വരുന്നു. ആ വസ്തു ഒരു റുപ്പിയ വിലക്കുള്ളതല്ല, ഒരു റുപ്പിയ വിലക്കുള്ളതല്ല. അതേ ഒരു കൊള്ളിക്കഷ്ണമാണ്, അല്ലെ മരക്കഷ്ണമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രമാണ്. ഒരു റുപ്പിക വിലക്കില്ലാത്തൊരു സാധനം കൊണ്ടുവന്നിട്ട് ഒരാൾ എന്നോട് പറയുന്നു, ഹാദാ ലിന്നബി, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറയുന്നു. എന്നാൽ അതാ വലൈസ ഇൻദീ ബിസിഖത്തിൻ, ഇത് റസൂലുള്ളാഹിന്റെ കൊള്ളിക്കഷ്ണമാണ്. ഔ മസഹു, അല്ലെ റസൂലുള്ള തൊട്ട മരക്കഷ്ണമാണ്. ഔ ശരിബ ഫീ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ച പാത്രമാണ്. നബി കുടിച്ച പാത്രമാണെന്നോ തൊട്ട സാധനമാണെന്നോ അങ്ങനെ ഹബീബായ നബിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുക്കൽ ഒരാളൊരു സാധനം കൊണ്ടുവരുന്നു, ഒരു റുപ്പിക വിലക്കില്ല. വലൈസ ഇൻദീ ബിസിഖത്തിൻ, ഈ പറയുന്ന മനുഷ്യനോ എന്റെ അടുക്കൽ വിശ്വാസയോഗ്യനല്ല, അയാളൊരു വിശ്വസിക്കാൻ കൊള്ളുന്ന ആളുമല്ല. വലാ ദലീല അലാ സിദ്ഖി റജുലി, ഇയാൾ പറയുന്നത് സത്യമാണ് എന്നതിന് ഒരു തെളിവുമില്ല. ഇത് റസൂലുള്ള കുടിച്ച പാത്രമാണെന്നോ ഇത് റസൂലുള്ള തൊട്ട വസ്തുവാണെന്നോ പറയുന്നതിന് ഒരു തെളിവുമില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒരു വിശ്വാസയോഗ്യനുമല്ല. അങ്ങനത്തെ മനുഷ്യൻ എന്റെ അടുക്ക കൊണ്ടുവന്ന് പറഞ്ഞാൽ എന്റെ സ്വഭാവം അഖ്ബലു ദാലിക ഇല്ലാ അന്നീ ബിഫറത്തിൻ നിയ്യതി വൽ മഹബ്ബത്തി അഖ്ബലു ദാലിക, ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം നിമിത്തം ഞാൻ അതിങ്ങ് സ്വീകരിക്കും. എന്നിട്ടോ വാസ്തരി മിൻഹു ബിഅൽഫി ദീനാരിൻ അവ ഖല്ല അവ അക്സറ, 1000 സ്വർണ്ണ നാണയം അതിന് വില പറഞ്ഞാൽ, അതിൽ കൂടുതലോ കുറവോ പറഞ്ഞാൽ പറഞ്ഞ വിലക്ക് ഞാൻ ആ സാധനം ഇങ്ങ് വാങ്ങും. സുബ്ഹാനല്ലാഹ്, ഒരു ഉറുപ്പിക വിലക്കില്ലാത്ത സാധനമാണ്, പക്ഷേ അത് റസൂലുള്ള തൊട്ടുവെന്നോ നബിതങ്ങളുമായി ബന്ധപ്പെട്ടുവെന്നോ ഈ വിശ്വാസയോഗ്യനല്ലാത്ത മനുഷ്യൻ പറഞ്ഞാൽ തന്നെ, അവൻ പറഞ്ഞതിനൊരു തെളിവും ഇല്ലെങ്കിൽ തന്നെ 1000 സ്വർണ്ണ നാണയം കൊടുത്തിട്ട് ഞാൻ അതിങ്ങ് വാങ്ങും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞാൽ അത് കൊടുക്കും.
എന്നിട്ട് വദഉ അലാ ഐനി വവജ്ഹി വതബറകു ബിഹി ബിൻ വതബറകു ബിഹി വഅൻദുറു ഇലൈഹി. ഞാൻ ആ വസ്തു എന്റെ ചുണ്ടിൽ വെക്കും, എന്റെ കണ്ണുമ്മൽ വെക്കും, എന്റെ മുഖത്ത് വെക്കും. ഞാനതുകൊണ്ട് ബറക്കത്തെടുക്കും, ഞാൻ നോക്കിയിട്ടും ബറക്കത്തെടുക്കും. വാസ്തസ്മീബിഹി, ഞാനതുകൊണ്ട് എന്റെ രോഗം മാറാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ രോഗശമനം തേടും. അത് കഴുകിയ വെള്ളം ഞാൻ കുടിക്കും, അല്ലെങ്കിൽ അതാ കൊടയും. അങ്ങനത്തെ ഏത് കാര്യവും ഞാൻ ചെയ്യും. എന്നാൽ അതാ ഈ വസ്തുവിനെ ആദരിക്കാൻ ഇല്ലാമാതുക്കിറമിമ്മസ്സിറസൂലില്ലാഹി, അള്ളാഹുവിന്റെ റസൂല് തൊട്ടുവെന്ന് ആ വിശ്വാസയോഗ്യനല്ലാത്ത മനുഷ്യൻ പറഞ്ഞതല്ലാതെ ഒരു തെളിവും ഇല്ല. പക്ഷേ റസൂലുള്ള തൊട്ടുവെന്നല്ലേ പറഞ്ഞത്? ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ. തൊട്ടുവെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനതിനെ സ്നേഹിക്കലാണ്, ബഹുമാനിക്കലാണ്. ഞാനതിന്റെ തെളിവ് നോക്കാറില്ല. കൊണ്ടുവന്ന വ്യക്തിയുടെ വിശ്വാസ്യത അളക്കാറില്ല എന്ന് ഹാറൂൻ റഷീദ് രാജാവിന്റെ മകൻ അതാ മഅ്മൂൻ രാജാവ് പറഞ്ഞപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് യഹ്യ ഇബ്നു അഖ്സം റളിയല്ലാഹു അൻഹു അതിന് അംഗീകാരം കൊടുത്തില്ലേ? അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് അംഗീകാരം കൊടുത്തില്ലേ? എന്തേ കാരണം? ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കേണ്ടത് അതിരറ്റ സ്നേഹമാണ്. സാധാരണ നേതാക്കളോടുള്ള സ്നേഹം പോരാ, സാധാരണ വിഷയത്തോടുള്ള സ്നേഹം പോരാ. കാരണം അത് തുല്യതയില്ലാത്ത നേതാവാണ്. ഞാനൊരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. മുഹമ്മദുൽ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ അർബിൻ വമിൻ നജ്മി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സാധാരണ സ്നേഹം പോരാ, സാധാരണ ബഹുമാനം പോരാ. അതാണ് അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലുള്ളവരാണ്. നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും മുന്താൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഒരാൾ ടെലിഫോണിൽ വിളിച്ചപ്പോ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഉസ്താദിന്റെ മുന്നിലാ, അല്ലെങ്കിൽ ഞാൻ തങ്ങളെ മുന്നിലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എനിക്കിപ്പോൾ എന്തും പറയാൻ പറ്റൂല, എന്തും ചെയ്യാൻ പറ്റൂല, ശബ്ദിക്കാൻ പറ്റൂല. ഇപ്പൊ ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ ഉസ്താദിന്റെ മുന്നിലാ. ഇതുപോലെ അല്ലാഹു പറയുന്നില്ല, തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ലാ തുഖദ്ദിമു, ഒരു വിഷയവും നിങ്ങൾ അല്ലാഹുവും റസൂലിനും മുന്തിക്കാൻ പാടില്ല. പോരാ, ലാ തഖദ്ദമു എന്നും ഇവിടെ ഖിറാഅത്തുണ്ട്, നിങ്ങൾ മുന്താൻ പാടില്ല. ഏത് വിഷയവും അല്ലാഹു പഠിപ്പിച്ചതിന് ശേഷം, റസൂലുള്ള പഠിപ്പിച്ചതിന് ശേഷം, അല്ലാഹു പറയുന്നത് പോലെ, ഹബീബ് പറയുന്നത് പോലെ, അവിടുന്ന് കൽപ്പിക്കും പോലെ, അവിടുത്തെ ഇഷ്ടം പോലെ, അതിലപ്പുറം എനിക്കൊരു സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. വയുസല്ലിമൂ തസ്ലീമാ, ഹബീബിന് വിട്ടുകൊടുത്തേക്കണം. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ ഏത് മഞ്ചേശ്വരത്തുനിന്ന് ചെയ്താലും, ഏത് മണ്ണാർക്കാടുന്ന് ചെയ്താലും, നിങ്ങൾ ഏത് പ്രദേശത്തുനിന്ന് ചെയ്താലും, ചെയ്യുന്നതെല്ലാം പറയുന്നതെല്ലാം അല്ലാഹു കാണുന്നു, അവന്റെ ഹബീബ് കാണുന്നു. നിങ്ങൾ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിലാണ് കേട്ടോ. അല്ലാഹും റസൂലും പൊരുത്തപ്പെടാത്തതൊന്നും തന്നെ വന്നു പോകണ്ട. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഇന്നല്ലാഹ സമീഉൻ അലീം.
അല്ലാഹുവിന്റെ മുന്നിലാണ് നിങ്ങൾ, അവൻ പറഞ്ഞയച്ച വ്യക്തിയുടെ മുന്നിലാണ് നിങ്ങൾ. അവൻ പറഞ്ഞയച്ചവരാകുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞു വെച്ചവരെ പോലെയല്ല. ഒരാൾ പറഞ്ഞേക്കുന്നവരുടെ ബഹുമാനം പോലെയല്ലേ പറഞ്ഞേക്കപ്പെടുന്നവരുടെ ബഹുമാനം. ഇത് അല്ലാഹു പറഞ്ഞേച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവന്റെ ഓക്സിജൻ ശ്വസിച്ച്, അവന്റെ സൂര്യന്റെ വെളിച്ചം അനുഭവിച്ച്, അവന്റെ ഭൂമിയിൽ അവൻ തന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യ, ആ റബ്ബ് പറഞ്ഞേച്ച വ്യക്തിയെ നീ മറ്റുള്ളവരെ പോലെ കണ്ടാ പറ്റൂല. ആ പറഞ്ഞേക്കപ്പെട്ട വ്യക്തി തന്നെയും അള്ളയും നിങ്ങൾ എല്ലാം അതാ അല്ലാഹുവിന്റെയും അവരുടെയും മുന്നിലാണ്, ഹബീബായ നബിയുടെ മുന്നിലാണ്. അതുകൊണ്ട് ഏത് കാര്യവും നീ അല്ലാഹുവിനെ സൂക്ഷിച്ചല്ലാതെ ചെയ്തുകൂടാ. ഇന്നല്ലാഹ സമീഉൻ അലീം. നിശ്ചയം അല്ലാഹു ജല്ല ജലാലുഹു അവനെല്ലാം സ്വന്തമായി കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചോളണേ. ഖുർആൻ ഇനിയോ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയുന്നു, ഒരു വ്യക്തിക്കും സലാം പറയൽ വുജൂബില്ല. വ്യക്തികൾക്ക് സലാം പറയൽ വുജൂബില്ല, സുന്നത്തേ ഉള്ളൂ. സലാം മടക്കൽ വുജൂബാവും. ഒരേ ഒരു വ്യക്തിക്ക് മാത്രമാണ് സലാം പറയൽ വുജൂബ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിൽ സലാം പറഞ്ഞേ പറ്റൂ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ചുരുങ്ങിയതൊരു ദിവസം 5 നേരം പറയണം. ഒരിക്കൽ പറഞ്ഞാ പോരാ, എപ്പോഴും പറയണം. ആ സലാം പറയാൻ ജനാബത്തിൽ നിന്ന് ശുദ്ധിയാകണം, ഹൈദിൽ നിന്ന് ശുദ്ധിയാകണം, വദു ഉണ്ടായിരിക്കണം, ഔറത്ത് മറച്ചിരിക്കണം, കഅബയ്ക്ക് തിരിഞ്ഞിരിക്കണം. എന്നിട്ടൊരു ദിവസം 5 നേരം ഒരു നേതാവിന് സലാം പറയണം. തുല്യരുണ്ടോ? ആ ഹബീബിന് തുല്യരുണ്ടോ? ഓ സുഹൃത്തേ, നിന്റെ ദുന്യാവുണ്ടാക്കുന്ന തിരക്കില്, നിന്റെ കളിത ഭാഷയുടെ തിരക്കില്, നിന്റെ മറ്റ് സിദ്ധാന്തത്തിന്റെ തിരക്കില് ആ 5 നേരത്തെ സലാം പറയാതെ നിസ്കാരം കളാക്കി ജീവിച്ച പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ഹബീബായ നബിതങ്ങൾക്ക് പറയേണ്ട സലാം പറയാതെ ഞാനും നിങ്ങളും നിസ്കാരം കളാക്കിയാൽ പിന്നെ ഹബീബിനെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നതിന് വല്ല അർത്ഥവുമുണ്ടോ? ഈ ബറക്കത്തുള്ള മൽഹർ എന്ന സ്ഥാപനത്തിന്റെ മുറ്റത്ത് വന്ന് ഹബീബിന്റെ മഹബത്തും വെച്ച് ഹബീബിന്റെ ശഫാഅത്തിന് വേണ്ടി ഇവിടെ വന്ന പാവപ്പെട്ട ഈ പാപിയില്ലേ, എന്റെ സദസ്സിൽ വന്ന മോമിനീകളില്ലേ, മഹാനായ തങ്ങന്മാരുടെ ദുആക്ക് വന്ന മോമിനീകളില്ലേ, ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിച്ചോളണം. ആ ഹബീബിന് 5 നേരം പറയേണ്ട നിസ്കാരത്തിലെ സലാം, എന്റെ റബ്ബനിക്ക് നിർബന്ധമാക്കിയ സലാം, അത് ഖളാ ആകാതെ കൃത്യമായി ഞാൻ പറയുമെന്നും സുബഹിയടക്കം ഒരൊറ്റ നേരത്തെ നിസ്കാരം ഞാൻ ഖളാക്കുകയില്ലെന്ന് ഉറപ്പിച്ചിട്ട് ഓ മുഅ്മിനീങ്ങളെ, ഈ സദസ്സ് തീരുന്നത് വരെ സയ്യിദന്മാരോടും അലിമീങ്ങളോടും ഹബീബിനോടുമുള്ള അതബോടെ ഇവിടെ പങ്കെടുത്ത് തിരിച്ചു പോയിക്കോളൂ. ഒരു മോനും ജീവിതത്തിൽ നിസ്കാരം കളാക്കരുതേ. ഇതൊരു വസിയ്യത്താണ്. മറ്റൊരു കാര്യം കൂടി ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു. ഞാനിവിടെ കയറി വന്നപ്പോൾ പലരും
സിറാജുൽ ഹുദയിലേക്ക് എന്നെ തടുത്തിട്ട് നേർച്ച സംഭാവനകൾ തന്നവരുണ്ട്. ഈ മദ്ഹറിനും മദ്ഹറിന്റെ സ്വലാത്തിനും വലിയ ബറക്കത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ മഅദിനും മഅദിന്റെ സ്വലാത്ത് സദസ്സിനും വലിയ ബറക്കത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ജാമിഅ സഅദിയ ഈ വരുന്ന 7, 8, 9 തീയതികളിൽ ഇതിന്റെ സമ്മേളനമാണ്. ഒരുപാട് നൂറുകണക്കിന് അലിമീങ്ങളെ വളർത്തിയെടുത്ത ആ സ്ഥാപനത്തിന് ബറക്കത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ എത്രയോ അലിമീങ്ങളെ വളർത്തിയെടുത്ത നമ്മുടെ മർക്കസിന് ബറക്കത്തുണ്ടെന്നറിയാം. അങ്ങനെ നമ്മുടെ എല്ലാ ദീനീ സ്ഥാപനങ്ങൾക്കും അല്ലാഹു വലിയ ബറക്കത്ത് തന്നിട്ടുണ്ട്. ആ ബറക്കത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്താൽ, സദഖ ചെയ്താൽ അതൊന്നും വെറുതെ ആകൂല. സിറാജുൽ ഹുദക്ക് മാത്രമാണ് ബറക്കത്തെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്ന കാലത്ത് എനിക്കൊരു ബറക്കത്തും ഉണ്ടാകൂല. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന് ബറക്കത്തുണ്ട്. പക്ഷേ 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ശബ്ദമില്ലാത്ത സ്ഥലത്ത് ആ ശബ്ദമുണ്ടാക്കി ഒരു ബറക്കത്ത് സിറാജുൽ ഹുദക്ക് റബ്ബ് തന്നിട്ടുണ്ട്. അതിന്റെ പുറമേ ഞാൻ ആ പേര് തെരഞ്ഞെടുത്തത് അതേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സിറാജം മുനീറ എന്ന് ഹബീബിനെ കുറിച്ച് പറഞ്ഞതിനാൽ ആ പേരാണ് ഇട്ടിട്ടുള്ളത്. അതും ഒരു ബറക്കത്ത് തന്നെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഓ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കൊടലുകൾ വലിച്ചു കൊണ്ടുവന്ന് ദുഷ്ടന്മാരിട്ട് കൊടുത്തപ്പോൾ അത് നോക്കി ചിരിച്ചു അബൂജഹല്. ഞാൻ ഈ അടുത്ത് സിറാജുൽ ഹുദയിലെ സഹീഹുൽ ബുഖാരി ഓതുന്ന കുട്ടികൾക്ക് അവർ PG കഴിഞ്ഞ അവർ PGക്ക് വേണ്ടി പഠിക്കുന്നവരാണ്. മഹാനായ മഞ്ഞനാടി ഉസ്താദിന്റെ ഒരു മകനും ആ കൂട്ടത്തിലുണ്ട്. സഹീഹുൽ ബുഖാരി ഓതുന്ന കൂട്ടത്തിലുണ്ട്. റബ്ബ് ഉസ്താദ് അവരുടെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ PGക്ക് പഠിക്കുന്ന കുട്ടികളും മറ്റ് കുട്ടികളും ബുഖാരി ഓതുമ്പോ ഞാൻ ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഞാൻ അതാ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം പൊട്ടിയങ്ങൊലിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റും ചെയ്തിട്ടല്ലല്ലോ അല്ലാഹ് പടച്ച റബ്ബിന് സുജൂദ് ചെയ്യുമ്പോൾ ഒട്ടകത്തിന്റെ കൊടലുകൾ വലിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ കഴുത്തിലിട്ട് കൊടുത്തു. ഓ SSFന്റെ ചെറുപ്പക്കാരെ, SYSന്റെ പ്രവർത്തകരെ, SMAയുടെ പ്രവർത്തകരെ, സുന്നി ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രവർത്തകരെ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകരെ, നമ്മൾ ഹബീബായ നബിതങ്ങളെ ബഹുമാനം പറയുമ്പോ, ഹബീബിനെ കുറ്റം പറയുന്ന പുത്തൻവാദിക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോ, നമ്മൾ അതാ ഹബീബ് സാധാരണക്കാരനാണെന്ന് പറഞ്ഞവന് സലാം പറയേണ്ടത് നമ്മൾ പറയുമ്പോ, ആ ഹബീബ് പഠിപ്പിച്ച ദീന് നിലനിർത്താൻ വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മെ പരിഹസിക്കുന്നവരുണ്ടാകാം, കളിയാക്കുന്നവരുണ്ടാകാം, നമ്മുടെ പ്രവർത്തനങ്ങൾ തകർക്കുന്നവരുണ്ടാകാം. അല്ലാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ, അവരെ അല്ലാഹ് നന്നാക്കട്ടെ. ആ പ്രാർത്ഥനയോടുകൂടി ഞാൻ പറയട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ കൊടലുകൾ വലിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ കഴുത്തിലിട്ട് കൊടുത്തിട്ട് സുജൂദിൽ തല ഉയർത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ മുശ്രിക്കീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു വീഴുന്നു, പരിഹസിക്കുന്നു. ഈ ഹദീസ് ഹബീബായ നബി തങ്ങളുടെ ആ പ്രയാസം അത് ഓതിക്കൊടുക്കുമ്പോൾ കണ്ണിൽ വെള്ളം ചാടി ചാടി വീണു. അല്ലാഹുവേ, നിസ്കാരത്തിൽ ഖുശൂഇല്ലാത്ത പാപികളാണ് ഞങ്ങൾ.
അമലുകളിൽ ഇഖ്ലാസ് കുറയുന്നവരാണ് ഞങ്ങൾ, എല്ലാ തെറ്റുകളും വരുന്നവരാണ് ഞങ്ങൾ. പക്ഷേ നിന്റെ ഹബീബിനെ സ്നേഹിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുഖം കാണാൻ, അവിടുത്തെ കൈപിടിക്കാൻ, അവിടുത്തെ ശരീരത്തിൽ ബുദ്ധിമുട്ടിയെങ്കിൽ ആ ശരീരത്തിലൊന്ന് തടകിക്കൊടുക്കാൻ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാഹ്. ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുദ്ധിമുട്ടിയെങ്കിൽ സുഹൃത്തുക്കളെ, ഇന്നൽ അനർജു ഇലാ കസി ഹൗലികലതസ് യൗമ നസിരി കിതാബിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അസ്സബീൽ അബ്തഹി വൽ ഹബീബിൽ റബീ